ഏഷ്യാനെറ്റിൻ്റെ മുതലാളിനെയാണ് ബി ജെ പിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കി വെച്ചിരിക്കുന്നത്. കാരണം കേരളത്തിൽ രണ്ടാമതോ മൂന്നാമതോ നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ ഒന്നാമത് നിൽക്കുന്ന ആളെ ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ? ഉദ്ദേശിക്കുന്നത് പറയുന്നത് കൈയടക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ മുഴുവൻ കൈയടക്കുകയും അവരെ പ്രസിഡൻ്റാക്കി വെക്കുകയും അതിൽ കൂടെ നേടിയെടുക്കാവുന്ന അത്രയും നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ലെവലിലേക്ക് വർക്ക് എത്ര ശതമാനം വിജയിക്കുന്നുള്ളതാണ്. കേരളം എന്ന് പറഞ്ഞാൽ പ്രബുദ്ധരായ മലയാളികളുടെ കേരളമാണ്. അവിടെ എന്താണ്, അവിടെ ഒരു ശൈലി എന്ന് പറയുന്നത് പൊളിറ്റിക്കലി നല്ല ഗ്രാഹ്യമുള്ള ആൾക്കാരാണ്. ആരധികാരത്തിൽ വരണം, ആരധികാരത്തിൽ വരണ്ട എന്നുള്ളതാണ് അവർക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പോൾ അങ്ങനെ ഒരു വലിയ കുതിച്ചുചാട്ടമൊന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ചില മണ്ഡലങ്ങളിൽ ഈ പറഞ്ഞ ജിമ്മി സാറ് പറഞ്ഞ പോലെ ചില സ്ഥാനാർത്ഥികൾ വീക്കായാൽ ഒന്നും ചെയ്യാനില്ല. കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥികൾ വീക്കായാൽ ഒന്നും ചെയ്യാനില്ല. കോൺഗ്രസിൻ്റെ വോട്ട് ബി ജെ പിയിലേക്ക് പോകും. CPM വോട്ട് സ്ഥാനാർത്ഥി വീക്കായാൽ ഒന്നും ചെയ്യാനില്ല, അത് ബി ജെ പിയിലേക്ക് പോകും. അതിലിനി എന്തെങ്കിലും കളി നടക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ചില മണ്ഡലങ്ങളിൽ, കേരളത്തിലെ ചില മണ്ഡലങ്ങൾ, ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ സ്ട്രോങ് ആയ UDF സ്ഥാനാർത്ഥി വന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥി വന്നേ പറ്റുള്ളൂ. അവിടേക്ക് ഈ പറഞ്ഞ LDFൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ വോട്ടുകൾ മറിയുകയും വേണം, അല്ലെങ്കിൽ അവിടെ ജയിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നേമത്തും വട്ടിയൂർക്കാവിലൊക്കെ നല്ല സ്ട്രോങ് ആയ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും വലതുപക്ഷ സ്ഥാനാർത്ഥിയും വേണം, ഇല്ലെങ്കിൽ അവിടെ BJP ജയിച്ച് കയറാൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടെയൊന്നും കോൺഗ്രസോ, കേരളത്തിലെ കോൺഗ്രസ്, ഇവർ തമ്മിൽ തല്ലാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസോ CPM ഒരു BJP സ്ഥാനാർത്ഥി വിജയിച്ച് കയറട്ടെ എന്ന് വിചാരിച്ചിട്ട് കാൻഡിഡേറ്റ് നിർത്തി കൊടുക്കും എന്നുള്ളത് വിചാരിക്കും. അല്ലെങ്കിൽ അന്തർധാര വല്ലതും നടക്കണം.